സൂപ്പർ താരങ്ങളെ ഉൾപ്പെടെ ചെറുതും വലുതുമായ ഒരുപിടി സിനിമകളാണ് ഇത്തവണത്തെ വെക്കേഷൻ കളറാക്കാൻ എത്തുന്നത്. എന്നാൽ ഇത്തവണ ഇറങ്ങുന്ന വെക്കേഷൻ പടങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. പ്രേക്ഷകർ കണ്ട് കയ്യടിച്ച് ഹിറ്റാക്കിയ ചില ചിത്രങ്ങളുടെ സീക്വലുകളും ഈ വെക്കേഷൻ സീസണിൽ തിയേറ്ററിൽ എത്തുന്നുണ്ട്. മലയാളത്തിലും ഹിന്ദിയിലും എന്തിനേറെ ഹോളിവുഡിൽ നിന്ന് വരെ സീക്വലുകൾ എത്തുമ്പോൾ പ്രതീക്ഷകളും ചെറുതൊന്നുമല്ല. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദൃശ്യം 3 മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകളിൽ ഒന്നാണ്. ചിത്രം ഏപ്രിൽ 2-ന് പുറത്തിറങ്ങും. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യം. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്ന് നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശാ ശരത്ത്, സിദ്ദിഖ്, എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19-നായിരുന്നു ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത്. 5 വർഷത്തിനിപ്പുറം മൂന്നാം ഭാഗം എത്തുമ്പോൾ പ്രതീക്ഷയും വാനോളമാണ്. ആദ്യ ദിനം വമ്പൻ ഓപ്പണിംഗ് തന്നെ സിനിമ നേടുമെന്ന് ഉറപ്പാണ്. മോഹൻലാലിന്റെ അടുത്ത 100 കോടി ആകുമോ ദൃശ്യം 3 എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ പ്രേക്ഷക സ്വീകാര്യത നേടിയ ക്രിയേറ്റീവിന് പ്രധാന കഥാപാത്രമായി തിയേറ്ററിലെത്തി ഹിറ്റടിച്ച ചിത്രമാണ് വാഴ. യൂത്ത് കാത്തിരിക്കുന്ന ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി എന്ന് നിസ്സംശയം തന്നെ പറയാനാകും. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും അത്രയും സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത്. വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബോസ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഏപ്രിൽ 2-ന് തിയേറ്ററിലെത്തും. മോഹൻലാലും പിള്ളാരുമാണ് ഈ വെക്കേഷനിൽ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ എന്നും മിന്നും താരമായ ഹാഷിറും ടീമുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. 2024 ആഗസ്റ്റിലായിരുന്നു വാഴ റിലീസ് ചെയ്തത്. വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിയോളം നേടിയിരുന്നു. ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത കോമഡി ചിത്രമായിരുന്നു ആട്. തിയേറ്ററിൽ വിജയമാകാതെ പോയ ചിത്രത്തിന് ഡിജിറ്റൽ റിലീസിന് ശേഷം വലിയ ആരാധകരാണ് ഉണ്ടായത്. തുടർന്ന് സിനിമയ്ക്കൊരു രണ്ടാം ഭാഗവും സംഭവിച്ചു. ഇപ്പോൾ ഇതാ സിനിമയുടെ മൂന്നാം ഭാഗത്തിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. മാർച്ച് 19-ന് ചിത്രം തിയേറ്ററിലെത്തും. ഒരു എപ്പിക് ഫാന്റസി ചിത്രമായിട്ടായിരിക്കും ആട് 3 എന്ന് നേരത്തെ സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനോട് ചേർന്ന് നിലനിൽക്കുന്നതാണ് സിനിമയുടെ പോസ്റ്ററുകളും ട്രെയിലറും. മറ്റ് രണ്ട് ഭാഗങ്ങളെക്കാൾ വലിയ രീതിയിൽ ചിത്രം ഹിറ്റടിക്കുമെന്ന് ആരാധകരും പറയുന്നു. ഷാജി പാപ്പന്റെ ഫാൻസ് ചിത്രം കൊണ്ടാടും എന്നതിൽ സംശയമില്ല. ഭരതനാട്യം എന്ന ചിത്രത്തിനു ശേഷം കൃഷ്ണമാസ് മുരളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോഹിനിയാട്ടം. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രമാക്കിയ ഭരതനാട്യം എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് മോഹിനിയാട്ടം വരുന്നത്. തോമസ് തിരുവല്ല ഫിലിംസിന്റെയും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഭരതനാട്യം 2 അല്ലെങ്കിൽ മോഹിനിയാട്ടം ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തും. സൈജു കുറുപ്പിന്റെ 150ാമത് ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട്. സായി കുമാർ, സിറോജ രജി, കലാരഞ്ജിനി തുടങ്ങിയവർ ശ്രദ്ധേയ വേഷത്തിലെത്തിയ ഭരതനാട്യം തിയേറ്ററുകളിൽ വിജയമായിരുന്നില്ല. എന്നാൽ OTT-യിലെത്തിയപ്പോൾ ചിത്രം ട്രെൻഡിംഗ് ആയി മാറി. അതേ തുടർന്ന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നത്. ഭരതനാട്യത്തിലെ മുഖ്യതാരങ്ങൾക്കൊപ്പം ഇത്തവണത്തെ മലയാളത്തിലെ മുഖ്യധാരയിലുള്ള മറ്റു താരങ്ങൾ ഈ ചിത്രത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. രൺബീർ സിംഗിനെ നായകനാക്കി ആദിത്യ ദർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തൻ. മികച്ച പ്രതികരണം നേടിയ സിനിമ തിയേറ്ററിൽ നിന്ന് 1000 കോടിക്ക് മുകളിലാണ് നേടിയത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രം ദുരന്തൻ തന്നെയായിരുന്നു. സിനിമയുടെ രണ്ടാം ഭാഗം തിയേറ്ററിൽ കാണാൻ സെറ്റായിരിക്കുകയാണ്. ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ പേര്. ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ 2026 മാർച്ച് 19-ന് ചിത്രം തിയേറ്ററിലെത്തും. കേരളത്തിലും ദുരന്തറിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. സിനിമയ്ക്ക് വമ്പൻ OTT ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 285 കോടി രൂപയ്ക്കാണ് സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത്. രണ്ടാം ഭാഗം ആദ്യത്തെ പോലെ വമ്പൻ വിജയം നേടുമെന്നാണ് പ്രതീക്ഷകൾ. ഓപ്പണിംഗ് ഡേ മുതൽ ഫൈനൽ കളക്ഷൻ വരെ ദുരന്തർ തൂക്കുമെന്ന് കണക്കുകളുണ്ട്. ഇതിനോടൊപ്പം മാർവൽ സ്റ്റുഡിയോസിന്റെ ഹിറ്റ് സീരീസായ ഡെയർഡെവിൾ സീസൺ 2 മാർച്ച് 24 മുതൽ സ്ട്രീമിംഗിനെത്തും. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് സീരീസ് സ്ട്രീമിംഗിനെത്തിയത്.